ഓക്കെ, ഡിയർ ചിൽഡ്രൻ, നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 4, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. അപ്പൊ ഇതുവരെ പഠിച്ചതൊക്കെ കുറച്ച് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക്സ് ആണ്. നമ്മൾ ആദ്യം ഹിസ്റ്ററി പഠിച്ചു, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എന്താണ്, അതിന്റെ ഹാർഡ്വെയർ എന്താണ്, അങ്ങനെ സോഫ്റ്റ്വെയർ എന്താണ്, ഇങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകളെ കുറിച്ച് പഠിച്ചു. ആക്ച്വൽ കമ്പ്യൂട്ടറിന്റെ യൂസേജ്, പർപ്പസ് ഈ ചാപ്റ്റർ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡീസ് എത്ര വരെ പോവാണെങ്കിലും നമ്മളെ കയ്യിൽ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ആ ബേസിക് നോളജ് ആണ് ഈ ചാപ്റ്റർ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഹയർ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ മുതൽ നമ്മൾ അതിന്റെ ബേസിക്സ് പഠിച്ച് അത് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. ഇപ്പൊ സെക്കൻഡ് ഇയറിൽ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസ് ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിലും പഠിക്കാൻ പറ്റില്ല. സെക്കൻഡ് ഇയറിൽ എന്നല്ല, നിങ്ങൾ ഈ ഒരു ഫീൽഡിലാണ് നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ ആ ഒരു ഫീൽഡിന്റെ ബേസിക്സ് ആണ് ഈ ചാപ്റ്റർ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കണം. ഇനിയാണ് നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ അതിന്റെ എന്താ പറയാ കാതലായ വശത്തിലേക്ക് കടക്കാൻ പോകുന്നത് സിലബസിൽ. അപ്പൊ ഇത് മുതൽ ഒരു പക്ഷെ ചിലവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സെക്ഷനാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ആവണം. ആവാത്തവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആവും. തീരെ ആവുന്നില്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഫീൽഡിൽ ഗ്രിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നല്ല ഐഡിയ വേണം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നമ്മളുടെ ബേസിക്സ് അല്ലെ, നമ്മൾ എന്താണോ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താവാനാണോ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അതായത് കമ്പ്യൂട്ടർ എന്നുള്ള മെഷീന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ ഒരു വർക്ക്, അതായത് ഹ്യൂമൻ ബീങ് ചെയ്യുന്ന ഒരു വർക്കിനെ സിസ്റ്റം കൊണ്ട് ചെയ്യിപ്പിക്കാം, മെഷീനെ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക, അങ്ങനെയാണല്ലോ, അതിനാണല്ലോ നമ്മൾ മെഷീൻ മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടറിനെ അങ്ങനെ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് സിസ്റ്റത്തെ റെഡിയാക്കുക. അതും നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ഈ കമ്പ്യൂട്ടർ മേക്ക് ചെയ്തതും നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. ഇനി കമ്പ്യൂട്ടറിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതും നമ്മളെ ബ്രെയിൻ തന്നെയാണ്. അപ്പം നമ്മളാണ് എപ്പോഴും മാസ്റ്റർ അല്ലെ, കമ്പ്യൂട്ടർ എപ്പോഴും സ്ലേവ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ. നമുക്ക് എന്തുണ്ട്? തിങ്കിങ് പവർ ഉണ്ട്, അതുപോലെ സെൻസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സിസ്റ്റത്തിന് അതൊന്നുമില്ല. സിസ്റ്റം എന്താണ്? ശരിക്കും നമ്മളൊരു സ്ലേവ് ആണ്. നമ്മൾ മാസ്റ്റർ എന്തൊക്കെ പറയുന്നോ അതെല്ലാം ചെയ്യാനുള്ള ഒരു സ്ലേവ് ആണ് ആര്? മെഷീന്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി. എങ്കിൽ അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു എന്താ പറയാ സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും സിസ്റ്റത്തിന് പറ്റില്ല. തിങ്ക് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എവറി സ്റ്റെപ്സ് നമ്മൾ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നിങ്ങളോട് ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് വരണം, രാവിലെ സ്കൂളിലേക്ക് വരണം എന്നുള്ളത് രാത്രി കിടക്കുമ്പോഴേ നമുക്കറിയാം നാളെ സ്കൂളുണ്ട്, സ്കൂളിലേക്ക് പോകണമെന്ന്. അപ്പൊ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ അത് കാരണം നമുക്ക് ഒരുപാട് പ്രീവിയസ് നോളജ് ഉണ്ട്. ആ നോളജ് ബേസിലാണ് നമ്മൾ രാവിലെ എണീറ്റാ കുളിക്കണം എന്നും ഭക്ഷണം കഴിക്കണം എന്നും ഡ്രസ്സ് മാറണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ സ്കൂളിലേക്ക് തലേ ദിവസം സ്കൂളിലേക്ക് വന്നത് എങ്ങനെ, ആ വഴി കൂടെ അല്ലെങ്കിൽ വേറൊരു വഴി, എന്തായാലും നിങ്ങൾ സ്കൂളിലേക്ക് തന്നെയല്ലേ എത്തുക. ഇന്നൊരു സ്കൂളിലാണെങ്കിൽ നാളെ വേറൊരു സ്കൂളിലേക്ക് പോവില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ കോമൺ സെൻസ് ആണ്. സ്കൂളിലേക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ 2 വർഷം പഠിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കാണ് എന്നും പോവുക. അപ്പൊ അതൊക്കെ നമ്മളുടെ ഓരോ സെൻസ് ആണ്. നമ്മളെ ഒരു വർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ നോളജ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഇതൊരു മെഷീനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു വർക്കല്ല ഞാൻ ഉദ്ദേശിച്ച ഏതൊരു വർക്കാണെങ്കിലും മെഷീനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ പറയുമ്പോൾ മാത്രമാണ് സിസ്റ്റം ചെയ്യുള്ളൂ. അത് ഇനി നമ്മൾ പറഞ്ഞില്ല, ഇനി നമ്മൾ പറഞ്ഞു കൊടുത്തതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, ഏതെങ്കിലും സ്റ്റെപ്പിന്റെ കുറവുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ പ്രോഡക്റ്റ് കിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നോക്കാം നമുക്ക്. അപ്പൊ ഈ ഒരു കമ്പ്യൂട്ടറിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യണം.
അല്ലെ, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ പ്രോബ്ലം ആണ് ഇതിന്റെ സൊല്യൂഷൻ സിസ്റ്റം കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ആ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ആ സൊല്യൂഷനും ആരെന്നെ ഉണ്ടാക്കണം, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് സിസ്റ്റത്തോട് പറയണം ഇങ്ങനെ ചെയ്യൂ എന്നുള്ളത്. നമ്മൾ ഒരുപാട് പണിയെടുത്തെങ്കിലേ പിന്നെ നമ്മൾ ഒരു തവണ ചെയ്താൽ മതി, എത്ര തവണ വേണമെങ്കിലും സിസ്റ്റം അത് ചെയ്യും. അതിന് ബോറടി എന്നൊരു സംഭവമൊന്നുമില്ല. നമ്മളെ പോലെ നമുക്ക് ദേഷ്യം, നമുക്ക് ഒരുപാട് റെസ്പോൺസ് ഒക്കെ വരാറുണ്ട് അല്ലെ, നമ്മളെ റിയാക്ഷൻ ഒക്കെ വരും. അതൊന്നും സിസ്റ്റത്തിനില്ല. അതാണ് ഒരു ബെനിഫിറ്റ്. ചെയ്യാൻ പറഞ്ഞ കാര്യം 1000 തവണ ചെയ്തോളും, നമ്മൾക്ക് ഒരു തവണ നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താൽ മതി. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ അതിന്റെ ബേസിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ പഠിക്കുന്നത് നോക്കാം. പ്രോബ്ലം സോൾവിങ് യൂസിങ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനെ കൊണ്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. പ്രോബ്ലംസ് കമ്പ്യൂട്ടറിനെ വെച്ചിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എ കമ്പ്യൂട്ടർ ക്യാൻ സോൾവ് പ്രോബ്ലംസ് ഓൺലി വെൻ വി ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ഇറ്റ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. ഇനി അങ്ങനെ കൊടുക്കുന്ന ആ ഇൻസ്ട്രക്ഷനെ പറയുന്ന പേരാണ് എന്താണ്, പ്രോഗ്രാംസ്. അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്ഷൻ എടുക്കും. ആ ആക്ഷൻ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം അത് ചെയ്യുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ് എന്താന്ന് നോക്കാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അപ്രോച്ചസ്. അപ്പൊ ഇതിന് മുന്നേ ഉള്ളതൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിങ് എന്താന്ന് നോക്കാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡിഫറെന്റ് അപ്രോച്ചസ്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, പിന്നെ ബോട്ടം അപ്പ് അപ്രോച്ചുമാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കാം അതെന്താണെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആ വർക്കിനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ നമ്മൾ അനാലിസിസ് ഉണ്ടാക്കും, അതെങ്ങനെ എന്താ പറയാ, അതിന് സ്റ്റെപ്സ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനത്തെ കുറിച്ച് നമ്മളൊരു സ്റ്റഡി തന്നെ നടത്തണം. അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിന്റെ ആവശ്യമുണ്ട്. ആ അപ്രോച്ചുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതൊന്ന് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്നൊരു അപ്രോച്ചാണ്. എന്താണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ? ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പ്രോബ്ലം സോൾവിങ്ങിലെ പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 അപ്രോച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ടോപ്പ് ഡൗൺ ഡിസൈൻ ആൻഡ് സെക്കൻഡ് വൺ ബോട്ടം അപ്പ് ഡിസൈൻ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അലോപ്പതിക് ഡോക്ടറെ കാണാം, ആയുർവേദിക് ഡോക്ടറെ കാണാം, ഹോമിയോപ്പതിക് ഡോക്ടറെ കാണാം. ഓരോരുത്തരും നമുക്ക് തരുന്ന മെഡിസിനും നമുക്ക് തരുന്ന ഡയറക്ഷനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പോ നമുക്ക് പനി വന്നിട്ട് നമ്മൾ അലോപ്പതി ഡോക്ടർ അടുത്ത് പോകുമ്പോൾ നമുക്ക് തരുന്ന മെഡിസിൻ അല്ല ഒരു ഹോമിയോ ഡോക്ടർ അടുത്ത് പോകുമ്പോൾ തരുന്നത്. അതായത് സെയിം പ്രോബ്ലത്തിന് ഡിഫറെന്റ് അപ്രോച്ചിലൂടെ നമുക്ക് സൊല്യൂഷൻ തരികയാണ്. അപ്പൊ അതൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മളെ ഈ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന പ്രോബ്ലത്തിന് നമ്മൾ ഡിഫറെന്റ് അപ്രോച്ച് ആണ്. അപ്പൊ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 അപ്രോച്ചാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് ബോട്ടം അപ്രോച്ച്. ഇനി ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവരിവിടെ നിങ്ങളെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ഒരു വീടിന്റെ പിക്ചർ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ആ ഒരു വർക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെയാണ് ആ പിക്ചർ വരയ്ക്കുന്നത്? അപ്പൊ നോക്കാം, ആദ്യം റൂഫ് വരയ്ക്കുന്നു, പിന്നെ വോള് വരയ്ക്കുന്നു, പിന്നെ നമ്മൾ ഫ്ലോർ വരയ്ക്കുന്നു, പിന്നെ ഡോറ്, വിൻഡോസ്. ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും നമ്മൾ വരയ്ക്കുക അല്ലെ. ഇനി നമുക്ക് അതിന്റെ ഒന്നും കൂടെ ചെയ്യാം. ഡോറ് എങ്ങനെ വരയ്ക്കുന്നു? ആദ്യം ഡോറിന്റെ ഔട്ട്ലൈൻ വരയ്ക്കും, പിന്നെ ഷെയ്ഡ് ചെയ്യും, പിന്നെ ഈ ഒരു ഹാൻഡിൽ പിടിപ്പിക്കും. അതുപോലെ വിൻഡോസ് വരയ്ക്കുമ്പോഴും നമ്മൾ ഔട്ട്ലൈൻ ആണ് ആദ്യം വരയ്ക്കുക. അത് നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഈ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്സ് ആണത്.
അപ്പൊ ഈ ഒരു സ്റ്റെപ്സിന്, അതായത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്ലൈൻ ആദ്യം ചെയ്ത് ചെറിയ കാര്യങ്ങൾ പിന്നീട് ചെയ്യുന്ന ഈ ഒരു അപ്രോച്ചിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൊത്തത്തിലുള്ള പ്രോബ്ലം എടുക്കുന്നു, എന്നിട്ട് അതിനെ സ്മോളർ ടാസ്ക് ആക്കി മാറ്റുന്നു, ചെറിയ ചെറിയ ടാസ്ക്, എന്നിട്ട് നമ്മള് ചെറിയ ടാസ്കുകൾ സോൾവ് ചെയ്യുന്നു, പിന്നെ ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്യുന്നു. ഇപ്പൊ കോംപ്ലക്സ് ഒരു വീട് വരയ്ക്കുക എന്നുള്ള കോംപ്ലക്സ് ആ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമ്മുടേതായ രീതിയിൽ പയ്യെ പയ്യെ വരച്ചിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. ഒറ്റയടിക്ക് നമുക്ക് വരക്കാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടോപ്പ് ഡൗൺ ഡിസൈൻ? ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക്, അതായത് എനി കോംപ്ലക്സ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു ഡിഫറെന്റ് ടാസ്ക് ആൻഡ് സോൾവിങ് ഈച്ച് ടാസ്ക് ബൈ പെർഫോമിംഗ് സിംപ്ലർ ആക്ടിവിറ്റീസ്. അതായത് വലിയൊരു കോംപ്ലക്സ് പ്രോബ്ലത്തെ കുഞ്ഞു പ്രോബ്ലം ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിന് ഡിഫറെന്റ് ടാസ്ക് ആക്കി അത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പെർഫോം ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മൾ ആ വീട് വരച്ചത് തന്നെ വലിയൊരു വീട് വരയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം റൂഫ് വരച്ചു, പിന്നെ അത് വരച്ചു, അങ്ങനെ അങ്ങനെ ചെറിയ ടാസ്ക് ആക്കി മാറ്റി അങ്ങനെ ചെയ്തു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി ആ അപ്രോച്ചിനെ നമ്മൾ വളരെ ഈസിയാണ്. പ്രൊസീജിയർ എടുക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് ടോപ്പ് ലെവലിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു, പിന്നെ നമ്മൾ ചെറുതായിട്ട് അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓരോ പ്രോബ്ലം ആയിട്ട്, ജനല് വേറെ ഡോറ് വേറെ ഇൻഡിപെൻഡന്റ് ആണല്ലോ, അങ്ങനെ വരച്ച്. അപ്പൊ മെയിൻ പ്രോഗ്രാം, അതായത് നമ്മൾ നമ്മളുടെ ഭാഷയിൽ പറയാണ് ഡീകമ്പോസിഷൻ ഓഫ് എ പ്രോബ്ലം. ആ വീട് വരയ്ക്കാന്നുള്ള പ്രോബ്ലത്തെ നമ്മൾ ഡീകമ്പോസ് ചെയ്തെടുക്കുകയാണ്. മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അതിനെ നമ്മൾ ചെറിയ പ്രോഗ്രാം ആക്കിയിട്ട് മാറ്റുകയാണ്, ചെറിയ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിപ്പോ ആ വീടിന്റെ ചിത്രമാണെങ്കിൽ വീട് വരക്കുന്നതാണ്, നമ്മൾ റൂഫ് വരക്കുന്നു, വോൾ ഇതൊക്കെ വരക്കുന്നു, ഡോറ് വിൻഡോ ഒക്കെ വരക്കുന്നു, അങ്ങനെയുള്ള ടാസ്കുകൾ ആക്കിയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാം, ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോബ്ലം സോൾവിങ് ഡീകമ്പോസിഷൻ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബ്രേക്കിംഗ് ദ പ്രോബ്ലം ഇൻ ടു പാർട്സ് ഹെൽപ്പ് അസ് ടു ക്ലാരിഫൈ ടു ബി ഡൺ ഇൻ ഈച്ച് പാർട്ട്. നമുക്ക് ഓരോ പാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓരോന്നിലും എന്താണ് ലെസ് കോംപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു. പിന്നെ റീയൂസബിൾ ആണ്, ഓരോ പാർട്സ് റീയൂസബിൾ ആണ്. പിന്നെ ഈ പ്രോബ്ലം എന്ത് ചെയ്യുന്നു, മോർ ദാൻ വൺ പേഴ്സണിന് അറ്റ് എ ടൈമിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഒന്ന് ഈ വീടിന്റെ കാര്യമല്ല, വേറൊരു കാര്യമാണെങ്കിലും നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ പലർക്കും ഇതിൽ പങ്കാളികളായിട്ട് നമുക്ക് പെട്ടെന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. അപ്പൊ നിങ്ങൾ എന്താണ് നോട്ടായിട്ട് എഴുതേണ്ടത്? നോട്ടായിട്ട് എഴുതേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് എഴുതും പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ്, അല്ലെ? അപ്പൊ പ്രോഗ്രാമിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അല്ലെ? അപ്പൊ നമ്മൾ അത് ചെയ്യേണ്ടത് എന്താണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എ കമ്പ്യൂട്ടർ ക്യാൻ സോൾവ് പ്രോബ്ലംസ് ഓൺലി വെൻ വി ഗീവ് ഇൻസ്ട്രക്ഷൻ ടു ഇറ്റ്. ഇനി ദ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് എ പ്രോഗ്രാം എന്ന് പറയാം. അപ്പൊ പ്രോഗ്രാം എന്താന്ന് മനസ്സിലായി, അവിടെ അത്രയും മതി. ഇനി നമ്മള് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗിൽ എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പൊ there are two approaches in problem solving. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ദിസ് വൺ, സെക്കൻഡ് വൺ ദിസ് വൺ. ഇനി ഫസ്റ്റ് വൺ ഹെഡിങ് എഴുതാം. ഓക്കെ, ഇതാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ. ടോപ്പ് ഡൗൺ ഡിസൈനിൽ എന്താണെന്നുള്ള ഇവിടെ ഉണ്ട്. എനി കോംപ്ലക്സ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു ഡിഫറെന്റ്. ഇതാണ്, ഈ പോർഷൻ ആണ് ആ നോട്ടായിട്ട് വരുന്നത്. ഓക്കെ, മറക്കരുത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പോർഷൻ ആണ് നമ്മൾ ആ പോർഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പിക്ചർ വരച്ചു വെക്കുക. ഈ പിക്ചർ വരക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾ ഓരോന്നും എഴുതുക. അപ്പൊ അത്രയാണ് ഈ ഭാഗത്തുള്ള നോട്ടായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നോക്കാം.